മധുവിധു എന്ന് പറഞ്ഞ സിനിമയില് ആദ്യം കഥ പറയാൻ വരുന്നത് മോളിനടുത്താണ്, അതെ, കല്യാണിനടുത്താണ്. അപ്പോൾ ഇതില് ആരാണ് അച്ഛന്റെ ക്യാരക്ടർ എന്നൊന്നും എനിക്കറിയില്ല. ഷറഫ് ഉണ്ടെന്നറിയാം, സത്യത്തിൽ മറ്റുള്ള ആരും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവളുടെ ഒരു ഷൂട്ടിങ്ങിനെ കൊണ്ടുവന്ന് പൂജയ്ക്ക് അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സമയത്തിലാണ് ഡയറക്ടറും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കൂടെ വന്നിട്ട്, ചേട്ടാ ഇതിനകത്ത് മാർക്കോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ അതാരാണ് അത് നായികയുടെ അച്ഛന്, അതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ മോൾ അഭിനയിക്കുന്നതിന്റെ പേര് അഭിനയിച്ചാണോ? അല്ല ചേട്ടാന്ന്. പിന്നെ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. കഥ കേട്ടപ്പോ അത് ചെയ്യാതെ വിടുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഇതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം ചെയ്യാനുള്ള പ്രധാന കാരണം. പിന്നെ തീർച്ചയായിട്ടും ഷറഫിന്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തത്, ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഷറഫുദ്ദീൻ. അത് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. മറ്റേ ആ കുതിരയൊക്കെ നിന്നിട്ട് വന്നിട്ട് ആ സ്നാക്സ് ഒക്കെ പറയുന്നത് സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്. അന്ന് ഇയാളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതനുസരിച്ച് തന്നെ ജഗദീശ് നേരത്തെ പറഞ്ഞ ഷോൾഡർ ചെയ്യാൻ മിടുക്കനായ ഒരു കലാകാരൻ തന്നെയാണ്. നമുക്കൊരു നല്ലൊരു കലാകാരനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ഷറഫിന്റെ ഒപ്പം തന്നെ എന്റെ മൂക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ മൂക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേരിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമുണ്ട്.